നീ വിളിച്ചിട്ടാ എന്തിനാ? എടാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി. എന്തായിരുന്നു? എടാ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം വെച്ചാൽ എന്റെ ലുക്ക് കണ്ടില്ലേ, സുരേഷ് ഗോപിനെ പോലെയല്ലേ? ഇന്നലെ കുറ്റാക്കോനാണല്ലോ. അല്ല, സുരേഷ് ഗോപിനെ പോലെയല്ലേ എന്റെ ലുക്ക്? പക്ഷെ ഉണ്ടല്ലോ, ഏതൊരു തെണ്ടി ഇരിക്കിട്ട് പണിയുന്നു സുരേഷ് ഗോപിനെ പോലെ ഇരിക്കണ എന്നെ ഇങ്ങനെയാക്കി. കണ്ടോ 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 നോക്ക്. ഈ പല്ല് മാത്രം എന്റെ ഉള്ളൂ, സത്യം. നോക്ക് ഈ പല്ലില്ലേ ചേട്ടാ, നോക്കേണ്ട പല്ല് പല്ല്. ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് അറിയാലോ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന പൈസ, പക്ഷെ എന്നെ ഇങ്ങനെ ആക്കിയെന്താണ് മായനെ. ഈ സമൂഹത്തിലെ ജനങ്ങൾ പല രീതിയാണ് എനിക്ക് ഇവിടെ കിടക്കാനുള്ളത്. ഈ സമൂഹത്തിലെ ജനങ്ങൾ പല രീതിയാണ്, എന്നാലും പല സ്വഭാവങ്ങളാണ്, എന്നാലും നല്ല ലുക്ക് ഉണ്ടാവുന്ന എന്നത് ഇങ്ങനെ ആക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ ആക്കേണ്ട കാര്യമൊക്കെ മോശം. ഈ കാണിക്കുന്നതൊക്കെ കാരണം ഞാൻ ചെറുപ്പം പോലെ നല്ല അടിപൊളിയായിട്ട് നല്ല വെളുത്ത് തോള പോലെ ഇരുന്നാണല്ലോ. മിഠായി വൈകുന്നേരം അതാ അല്ലേ? എന്റെ ഇതിലവരെ കണ്ടാക്കുന്നത് നല്ല തൂവള്ള കളറിലെ നമ്മുടെ വിനായകനെ നീ വിളിച്ചോണ്ട് വിനായകനെ ഇവിടെ വിളിച്ചോണ്ട് വരാൻ കാരണം ജ്യൂസ് മാത്രമല്ല, ഇവിടെ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി കിട്ടുന്നു അല്ലേ? കിട്ടുന്നില്ലേ? വിനായക ബേക്കറിയുടെ തന്നെ ഒരുപാട് മറ്റൊരു സ്ഥാപനമാണ് അല്ലേ? എന്നിട്ട് പറഞ്ഞു മട്ടൻ ബിരിയാണി ഇവിടുത്തെ സൂപ്പറാണ്, മൂവാറ്റുപുഴയിലെ ഏക സ്ഥാപനമാണ് മട്ടൻ ബിരിയാണി കിട്ടുന്നത്. അപ്പൊ ഞാന് ഇവിടെ വന്ന് നിന്റെ മട്ടൻ ബിരിയാണി തിന്നാൻ മാത്രമല്ല എന്റെ സങ്കടം പറയാൻ വേണ്ടി സുരേഷ് ഗോപി ചേട്ടനെ പോലെ ഇരുന്ന് തന്നെ ഇതെങ്ങനെ ആക്കി മാറ്റി. പ്രേക്ഷകരെ എന്തിനാണ് ഇങ്ങനെ ഈ കുടഞ്ചത് എന്നോട് ചെയ്യണം? നല്ല ഭംഗിയല്ലേ എനിക്ക്? ഇത്രയും ഗ്ലാമർ ആക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ ഉണ്ടോ? ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഇതേമാരൊക്കെ കോലം കാണിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. സമൂഹത്തിന് വിലയുള്ള ഒരു കലാകാരൻ എത്ര മോശം. പക്ഷെ എന്നാൽ ഇത്ര സൗന്ദര്യമുള്ള ഇങ്ങനെ ആക്കി നീ കുഞ്ചാക്ക മോഹനാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ ഇന്നും സുരേഷ് ഗോപിയാണ് ഇത് മാറി. മുന്നേട്ട് അവിടെ 2 പ്ലേറ്റ് മട്ടൻ ബിരിയാണി എടുക്കുക. എന്റെ പേരിലല്ല, മാഹിന്റെ പേരിൽ. ഇങ്ങനെ ആക്കല്ലേ സുഹൃത്തുക്കളെ, ഇങ്ങനെ ആക്കല്ലേ. സങ്കടമുണ്ട്, ശരിക്കും സങ്കടം. നല്ല ഭംഗിയല്ലേ എന്നെ കാണാൻ അല്ലേ?